മധുകൈടഭ മഹിഷാസുര ധൂമ്രലോചന ചണ്ഡമുണ്ഡ രക്തബീജ ശുംഭ നിശുംഭാദി ദൈത്യനിഷ്കണ്ഠകേ. മധു കൈടഭ മഹിഷാസുര ധൂമ്രലോചന ചണ്ഡ മുണ്ഡ രക്തബീജ ശുംഭ നിശുംഭ ആദി ദൈത്യ നിഷ്കണ്ഠകി. മുകളിൽ പറഞ്ഞ അസുരന്മാരെ ദേവി നശിപ്പിച്ച കഥകളാണ് ദേവീ മാഹാത്മ്യത്തിൻ്റെ ഉള്ളടക്കം. കണ്ടകം എന്ന വാക്കിന് മുള്ള് എന്നാണ് അർത്ഥം. മുള്ള് തറച്ചു കയറിയാൽ വേദനയും അസ്വാസ്ഥ്യവും ഉണ്ടാകുന്നത് പോലെ അധർമ്മിഷ്ഠരായ ദുഷ്ടന്മാർ ലോകത്തിന് വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. ശരീരത്തിൽ തറച്ച കണ്ടകത്തെ പുറത്തെടുത്ത് നശിപ്പിച്ചാൽ ശരീരത്തിന് സ്വാസ്ഥ്യം ലഭിക്കും. അതുപോലെ ദുഷ്ടനാശം കൊണ്ട് ലോകം സ്വസ്ഥമാകും. ഇക്കാരണത്താൽ കണ്ടകൻ എന്ന ശബ്ദത്തിന് ദുഷ്ടൻ എന്നർത്ഥം. നിഷ്കണ്ഠകെ എന്ന സംബോധനയ്ക്ക് ലോകത്തെ കണ്ടകന്മാരില്ലാതാക്കിയവളെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നശിപ്പിച്ചവളെ എന്നർത്ഥം. കാളരാത്രി മഹാമായേ ശിവേ നിത്യേ ഇന്ദ്രാഗ്നി യമ നിര്യതി വരുണവായു സോമേശാന പ്രധാന ശക്തിഭൂതേ. കാളരാത്രി മരണത്തിൻ്റെ തലേ ദിവസമുള്ള രാത്രി അല്ലെങ്കിൽ കൽപ്പാന്തകാലത്തുണ്ടായ പ്രളയം. മഹാമായ സർവപ്രപഞ്ചങ്ങളെയും മോഹിപ്പിക്കുന്ന ശക്തി. ശിവ മംഗളസ്വരൂപിണി. നിത്യ എന്നെന്നുമുള്ളവൾ, ഉൽപ്പത്തിയും നാശവും ഇല്ലാത്തവൾ. ഇന്ദ്രാഗ്നി യമ നിര്യുതി വരുണ വായു സോമ ഈശാന പ്രധാന ശക്തിഭൂതേ. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിര്യുതി, വരുണൻ, വായു, സോമൻ, ഈശാനൻ എന്നിവരെയാണ് അഷ്ടദിക്പാലകന്മാർ എന്ന് പറയുന്നത്. ഇവരുടെയെല്ലാം പ്രവർത്തന ശക്തി ദേവി തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദേവീ ചൈതന്യം തന്നെയാണ് പ്രപഞ്ചശക്തികളായി അഷ്ടദിക്പാലകരിലൂടെ പ്രവർത്തിക്കുന്നത്. അതിനാൽ പ്രധാന ശക്തിഭൂതേ എന്ന് സംബോധന. പ്രപഞ്ചശക്തികളെല്ലാം ദേവീ ചൈതന്യത്തിൽ നിന്നുണ്ടായി എന്നും അഷ്ടദിക്പാലകരും മറ്റു ദേവന്മാരും ആ ശക്തിയുടെ തന്നെ മൂർത്തിഭാവങ്ങളാണെന്നും പ്രപഞ്ചവും പ്രപഞ്ച നിയാമകരും ദേവിയിൽ നിന്നുണ്ടാകുന്നു, ദേവിയിൽ നിന്ന് തന്നെ ശക്തി നേടുന്നു, ദേവിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്ന് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബ്രഹ്മവിഷ്ണു ശിവസ്വരൂപസ്ഥിതേ ത്രിഭുവനാധാരേ വാമാ ജ്യേഷ്ഠാ രൗദ്രാംബികാ ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി ശംഖിനി വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡ ശിവദൂതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതീതി സ്ഥിതേ നാദമധ്യസ്ഥിതേ. ബ്രഹ്മ വിഷ്ണു ശിവ സ്വരൂപസ്ഥിതേ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ. ത്രിഭുവനാധാരി ത്രിഭുവനങ്ങൾക്കും ആധാരമായവളെ. വാമ ജ്യേഷ്ഠ രൗദ്രാംബിക ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി ശംഖിനി വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡ ശിവദൂതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ദേവിമാരുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ. നാദമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് അധികാരികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. ഈ മൂന്ന് രൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ്. ഓരോ പ്രവൃത്തിക്കും യോജിച്ച രൂപം ദേവി കൈക്കൊള്ളുന്നു എന്നേ ഉള്ളൂ. പ്രപഞ്ചം ബ്രഹ്മാണ്ഡ കോടികൾ ചേർന്നതാണ്. അവ എത്രയെന്നും എവിടെയെന്നും നമുക്കറിയില്ല. ഭൂസ്വർഗ പാതാളങ്ങൾ ചേർത്താണ് ത്രിഭുവനങ്ങൾ എന്ന് പറയുന്നത്. ത്രിഭുവനങ്ങൾ എന്നേ പറയുന്നുള്ളൂ എങ്കിലും ഉദ്ദേശിക്കുന്ന പ്രപഞ്ചം മുഴുവനാണ്. പ്രപഞ്ചത്തിന് ആധാരം ദേവിയാണ്. ദേവീ ചൈതന്യമാണ് പ്രപഞ്ച രൂപത്തിൽ പ്രതിഭാസിക്കുന്നതും. വാമ ജ്യേഷ്ഠ തുടങ്ങി 15 ദേവിമാരെ ഇവിടെ പേരെടുത്ത് പറയുന്നു. പ്രണവത്തിൻ്റെ അന്ത്യത്തിലുള്ള ദീർഘമായ അനുനാസിക സ്വരത്തെയാണ് നാദം എന്ന് പറയുന്നത്. ആ, ഉ, മ എന്നീ 3 വർണ്ണങ്ങൾ ചേർന്നതാണ് പ്രണവം അഥവാ ഓങ്കാരം. എഴുതുമ്പോൾ ചന്ദ്രക്കലയും മുകളിൽ പുള്ളിയുമുള്ള ലിപിയാണ് നാദത്തെ കുറിക്കുന്നത്. നാദമധ്യത്തിലുള്ള ബിന്ദു ഓങ്കാരത്തിൻ്റെ കേന്ദ്രമായ പരാശക്തിയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. നാദശബ്ദം ശബ്ദബ്രഹ്മത്തിൻ്റെ പര്യായവും ആണ്. നാദത്തിൻ്റെ അഥവാ ശബ്ദബ്രഹ്മരൂപമായ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രശക്തിയായി വർത്തിക്കുന്നവളെ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.